എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്ന കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, എൻ്റെ സൗണ്ട് ശരിയായിട്ടില്ല. കാര്യം കഴിഞ്ഞ ലാസ്റ്റ് 2 ആഴ്ചയായിട്ട് എനിക്ക് ഇൻഫ്ലുവൻസ ആയിരുന്നു കേട്ടോ. ഇൻഫ്ലുവൻസ എ ആയിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് UAE-യിലാണ്, അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചും UAE-യിൽ താമസിക്കുന്നവർ ഈ ഇൻഫ്ലുവൻസ എ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഞാൻ ആരെയും പേടിപ്പിക്കുന്നതല്ല, പക്ഷേ ഇവിടെ എല്ലാ വർഷവും ഉണ്ടാവാറുള്ളൊരു അസുഖമാണ് ഈ ഇൻഫ്ലുവൻസ. അതായത് നമ്മുടെ ഈ ചൂട് സമയം കഴിഞ്ഞിട്ട് തണുപ്പിലോട്ട് മാറുന്ന സമയത്ത്, അതായത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഈ ഫ്ലൂ വരാറുണ്ട്. ഫ്ലൂ 2 തരത്തിലുണ്ട്, ഇൻഫ്ലുവൻസ എയും ഉണ്ട്, ബിയും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇൻഫ്ലുവൻസ എ നന്നായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് 2 ആഴ്ചയായിട്ട് എനിക്ക് ഫീവറായിരുന്നു. ഫീവർ ഞാൻ അത്ര വലിയ കാര്യമാക്കിയില്ല, ഫ്ലൂ അല്ലേ വന്നു പോകും എന്നുള്ള ഇതായിരുന്നു. ഞാൻ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് മാത്രം എടുത്തു. കാര്യം അതായത് നമ്മുടെ പാരസെറ്റമോൾ, സിട്രസിൻ അതൊക്കെ എടുത്ത് ഇങ്ങനെ പോവുമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് ആയപ്പോഴത്തേക്ക് എനിക്ക് നല്ല ചെസ്റ്റ് ഇൻഫെക്ഷനായി, ന്യൂമോണിയയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജൊക്കെ ആയിരുന്നു. ഇപ്പോഴും എൻ്റെ സൗണ്ട് ശരിയായിട്ടില്ല, നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ എനിക്ക് 7 days ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വന്നു. അതിനു മുന്നേ തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു സ്വാബ് ടെസ്റ്റ് ചെയ്യണം, നല്ലതായിരിക്കും, കൊറോണയാണോ ഇൻഫ്ലുവൻസ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇൻഫ്ലുവൻസ ടെസ്റ്റ് ചെയ്തു, കൊറോണയും ടെസ്റ്റ് ചെയ്തു. അതിൽ ഇൻഫ്ലുവൻസ എ പോസിറ്റീവായിരുന്നു. അപ്പോൾ എന്നോട് ടാമിഫ്ലൂ എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞതാണ്. നമ്മൾ ഫ്ലൂവിനെടുക്കുന്ന ടാബ്ലറ്റാണ് ടാമിഫ്ലൂ, ആൻറ്റിവൈറലാണ്. അപ്പോൾ അതെടുക്കാൻ പറഞ്ഞു. പക്ഷേ ഞാൻ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു പേടി കാരണം ഞാൻ എടുത്തില്ല. പിന്നെ 7 days ആൻറ്റിബയോട്ടിക് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ എൻ്റെ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഏകദേശം ഒരുവിധം കുറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച കാലം എന്തുമാത്രം സഫർ ചെയ്തെന്ന് ദൈവത്തിനും എനിക്ക് മാത്രമേ അറിയൂ. കാര്യം അത്രത്തോളം എനിക്ക് ബുദ്ധിമുട്ടുകളായിരുന്നു. ശ്വാസം മുട്ടൽ, ചുമ, ഭയങ്കരമായിട്ടുള്ള തൊണ്ടവേദന, പിന്നെ പനി. നമ്മൾ 4th അവറിലെയോ 5th അവറിലെയോ അടോള് കഴിച്ചാലും വീണ്ടും ഒരു 3 hours കഴിയുമ്പോൾ വീണ്ടും ഫീവർ വരുന്ന അവസ്ഥ. അങ്ങനെ ഞാൻ ഒത്തിരിയും പേടിച്ചു. അതുകൊണ്ട് ആരും ഈ ഇൻഫ്ലുവൻസ നിസ്സാരമായിട്ട് എടുക്കരുത്. സിംറ്റംസ് ഉണ്ടെങ്കിൽ പോയി ടെസ്റ്റ് ചെയ്യണം, അതിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ കഴിക്കണം. പിന്നെ ചൂടുവെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. പുറത്തു പോയിട്ട് വന്നാൽ സോപ്പ് ഉപയോഗിച്ച് കൈയും മുഖമെല്ലാം നന്നായിട്ട് വാഷ് ചെയ്യുക. പിന്നെ വീട്ടിലാർക്കെങ്കിലും ഇതേപോലെ ഫ്ലൂ സിംറ്റംസ് ഉണ്ടെങ്കിൽ മാസ്ക് ഉപയോഗിക്കുക. ആരെയും പേടിപ്പിക്കുന്നതല്ല കേട്ടോ, നമ്മൾ ഇത് ഇച്ചിരി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാര്യം ഈ ഇൻഫ്ലുവൻസ വന്നിട്ട് നമുക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയാൽ പിന്നെ നമുക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ ഡ്യൂട്ടിക്ക് പോയി തുടങ്ങി. കഴിഞ്ഞ ആഴ്ചയൊന്നും എനിക്ക് ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. കാര്യം ഭയങ്കര ബോഡി പെയിനും ഈ ചുമയും ശ്വാസമുട്ടും കാരണം ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ പനി കാരണം ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ സിംറ്റംസ് ഉള്ളവർ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക, ചൂടുവെള്ളം, അതും ചെറു ചൂടുവെള്ളം തന്നെ കുടിക്കാൻ നോക്കുക. തണുത്ത ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ നമ്മൾ കൈയൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക. കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ സൂക്ഷിക്കുക കേട്ടോ. ഇൻഫ്ലുവൻസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പനിയൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഒത്തിരി പാടായിരിക്കും. ഇവിടെ എനിക്ക് മാത്രമല്ല വന്നത്, എനിക്കാണ് ഇത്രയും സിവിയറായത്. ഹസ്ബൻഡിന് വന്നായിരുന്നു, കുഞ്ഞിന് വന്നായിരുന്നു. പക്ഷെ അവർക്കൊക്കെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴൊക്കെ അവർ ഓക്കെ ആയിരുന്നു. പക്ഷെ എനിക്കാണ് നന്നായിട്ട് കിട്ടിയത്. അപ്പോൾ എല്ലാവരും പ്രത്യേകമായിട്ട് സൂക്ഷിക്കുക. പിന്നെ പറ്റുന്നവർ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുക. ഇപ്പോൾ എല്ലാവർക്കും വാക്സിൻ എടുക്കാൻ പറയുമ്പോൾ ഒരു മടിയായിരിക്കും. പക്ഷേ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുന്നത് നല്ലതാണ്. ഇവിടുത്തെ ഹെൽത്ത് അതോറിറ്റി എല്ലാം പറയുന്നുണ്ട് ഫ്ലൂ വാക്സിൻ എടുക്കുന്നത് നല്ലതാണ്. കുഞ്ഞു മക്കൾക്ക് എടുക്കാം, നമുക്കും എടുക്കാം. പ്രത്യേകിച്ച് ഈ ആസ്മ, ഡയബറ്റിക് അങ്ങനെയൊക്കെ ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് ഇത് നന്നായിട്ട് അഫക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ വാക്സിൻ എടുക്കുക.
അവെയറായിട്ടിരിക്കുക ഇതിനെപ്പറ്റി. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, അസുഖങ്ങളൊന്നും ഇല്ലാതെ ദൈവം കാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.